നാളെ ന്യൂ ഇയർ ആയിട്ട് എന്താ പരിപാടി? അല്ല വല്ല ഈ പറഞ്ഞതുപോലെ കൊച്ചി പോയി ആഘോഷിക്കണോ, അതോ ഏതെങ്കിലും ഹോട്ടലിൽ പോയി ആഘോഷിക്കണോ, നീ അതൊന്നും അല്ല വല്ല ഹോസ്പിറ്റലിന്റെ ICUവിൽ ആഘോഷിക്കണോ? എന്താ പരിപാടി? അല്ല കൊച്ചമ്മ, ശവത്തി കുത്തല്ലേ. ഞാൻ മനസാവാച കർമ്മണ, ഞാൻ നിരപരാധിയാണ്. അമ്മൂമ്മയുടെ സത്യം. ഓട്ടറ, ഞാനൊരു തമാശ പറഞ്ഞതേ ഉള്ളൂ. എന്താ പരിപാടി? അമ്മ, ഇപ്രാവശ്യം അമ്മ പറയും പോലെ ദൂരത്തെല്ലാം ഒഴിവാക്കി ആഘോഷിക്കാനാണ് നമ്മുടെ പ്ലാൻ. നല്ല കാര്യം. എന്നാ ഞാനൊരു ഐഡിയ പറയട്ടെ. നമുക്ക് ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ അച്ഛമ്മയുടെ കൂടെ ആഘോഷിക്കാം. അച്ഛമ്മയ്ക്ക് സന്തോഷമേ ഉള്ളൂ മോളെ. പക്ഷേ അച്ഛമ്മയ്ക്ക് ഇവിടുത്തെ 2 സ്ത്രീജനങ്ങളോടൊരു ചെറിയ അപേക്ഷയുണ്ട്. നാളെ പുതിയ വർഷം തുടങ്ങുക. ഐശ്വര്യമായിട്ട് നേരം വെളുത്ത് എഴുന്നേറ്റ് കേട്ടോ, കുളിച്ച് ഒരുങ്ങി നാളെ ഒരു ദിവസമെങ്കിലും നിങ്ങൾ രണ്ടും കൂടെ കീരിയും പാമ്പും പോലെ കിടന്ന് തമ്മി തല്ലാതിരിക്കണം. ഇതൊരു അപേക്ഷയാണേ. നാളത്തെ ഒരു ദിവസത്തേക്ക് വേണ്ടി ഞങ്ങൾ വഴക്കുണ്ടാക്കില്ല, സത്യം. എന്താ ഗ്രൂപ്പ് സോങ്ങാ? അയ്യോ, ഒറ്റ ദിവസത്തേക്ക് ഉള്ളൂ അല്ലേ? അയ്യോ മതിയടാ, ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം, അന്നെങ്കിലും നമുക്കൊന്ന് സ്വസ്ഥമായിട്ടിരിക്കാമല്ലോ. അതെ, എന്തായാലും സ്നേഹത്തോടെ രണ്ടുപേരും കൈ കൊടുത്തു ഉടമ്പടി കരാറങ്ങ് ഒപ്പിട്ടാണ്. അതെ, അത് നടക്കട്ടെ. കൊടുക്കങ്ങോട്ട്. സ്നേഹം. അതെ, കൂടിപ്പോയി ഇച്ചിരി. അതെ. ദൈവമേ. എന്തുവാ ചേട്ടാ ഇത്? ഈ ഒച്ച ഉണ്ടാക്കാതെ പുറകിൽ ഈ ഇലക്ട്രിക് വാഹനങ്ങൾ വന്ന് ഹോൺ അടിക്കുന്ന പോലെ ബാക്കിയുള്ളവർ പിടിപ്പിക്കാൻ വന്നാ? അതല്ല, നീ നട്ടുച്ചക്കെ എന്തിനീ ആകാശം നോക്കിയിരിക്കണത്? വല്ല പ്ലെയിൻ പോണം നോക്കണം. തിരുവനന്തപുരത്ത് ജനിച്ച് ഞാൻ ആദ്യമായിട്ടല്ലേ പ്ലെയിൻ നോക്കി നിൽക്കാൻ പോകുന്നത്. ഒന്ന് പോയിട്ടാണ്. ഞാനേ നാളേക്ക് വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചിന്തിക്കുവായിരുന്നു. അത് നാളെ നീ എവിടെ പോകുന്നു? ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. പിന്നെ ചേട്ടാ, നാളെ ന്യൂ ഇയർ അല്ലേ, അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ എനിക്ക് തീരുമാനിക്കാനോ. നീ എന്തോന്ന് വേണം തീരുമാനിച്ചോ, പക്ഷെ എനിക്ക് ഒരു ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി. അടുത്ത വർഷമെങ്കിലും നീ ഒന്ന് രക്ഷപ്പെടും. ചേട്ടൻ നോക്കിക്കോ ചേട്ടാ, ഞാനേ നാളെ മുതൽ പുതിയൊരു മനുഷ്യനായി. ഒരു പാമ്പ്. ഇവിടെ പറഞ്ഞു ഇവിടെ കണ്ടെന്ന്. എന്റെ പൊന്നേട്ടാ, ഞാൻ അതല്ല പറഞ്ഞത്. പിന്നെ ഒരു പാമ്പ് തോലുരിഞ്ഞ് കളയുന്ന പോലെ ഞാൻ എന്റെ എല്ലാ ദുശീലവും ചീത്ത സ്വഭാവവും ഉരിച്ചു കളയും. അല്ലെങ്കിലേ അത് അമ്മ അങ്ങ് ചെയ്തോളും, ഉരിച്ചു കളയണം. അമ്മ അങ്ങനെ ചെയ്യുമെന്ന് അറിയാവുന്നതുകൊണ്ടാ ഞാൻ നേരത്തെ തന്നെ തോലുരിച്ച് കളയാന്ന് വിചാരിച്ചു. പാമ്പ് തോലുരിയണം. എടാ, നിന്റെ ഈ ന്യൂ ഇയർ സത്യപ്രതിജ്ഞയൊക്കെ ഞാൻ എത്രയോ തവണ കേട്ടിട്ടുള്ളതാണ്. നീ 10ാം ക്ലാസ്സിലെ റാങ്കോട് കൂടി പാസ്സാവൂന്ന് പറഞ്ഞു. ഇതെന്താ പാസ്സായില്ലേ? വേറെ വല്ല ആമ്പിള്ളേരും പാസ്സായി കാണും. +1 എല്ലാ വിഷയത്തിനും ജയിക്കുമെന്ന് പറഞ്ഞ് 3 സപ്ലൈ. ഇനി +2 ഞാൻ മതി നിർത്ത്. ഇപ്പം അത്യാവശ്യം സന്തോഷത്തിരിക്കുമല്ലേ, വെറുതെ ഈ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നെഗറ്റീവ് എടുപ്പിച്ചോണ്ട് വരല്ലേ. എന്റെ ന്യൂ ഇയർ സത്യപ്രതിജ്ഞ പറഞ്ഞല്ലേ ഉള്ളൂ. അല്ലേ, നമുക്ക് വേറെ എന്തോരം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ ഇപ്പൊ വേറൊരു കാര്യം സംസാരിക്കാനാ വന്നെ. പറ. ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ നമ്മളെല്ലാരും അമ്മയിലൂടെ സ്പെൻഡ് ചെയ്യാനല്ലേ പോണേ. അപ്പം അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ബെസ്റ്റ് ഗിഫ്റ്റ് കൊടുക്കും. എന്നാ ഒരു സത്യം പറയട്ടെ, ഞാൻ ഇതേ കാര്യം തന്നെയാ അവിടെ നോക്കി ആലോചിച്ചോണ്ട്. അത് നീ കള്ളം പറയണത്. അത് വിട്. എന്തോന്ന് കൊടുക്കാം അമ്മയ്ക്ക്? അമ്മയ്ക്ക് വെറൈറ്റി ആയിട്ടെ നമുക്കൊരു പുതിയ സാരി വാങ്ങിച്ചു കൊടുത്താലോ? എടാ, അമ്മയുടെ അലമാര നിറയെ സാരികൾ ഇരിക്കണം. ഇതിൽ നിന്ന് വെറൈറ്റി ആയിട്ട് എന്തോന്ന് കൊടുക്കാം അമ്മയ്ക്ക്? ഗിഫ്റ്റ് കൊടുക്കുന്നത് സന്തോഷം വരാൻ വേണ്ടിട്ടല്ലേ. അപ്പൊ അമ്മയ്ക്ക് സന്തോഷം വരണമെങ്കിൽ നമ്മള് മക്കളും മരുമക്കളും എല്ലാം കൂടെ ചേർന്ന് ഒരു കാര്യം ചെയ്താൽ മതിയാവും. അത് ശരിയാണ്, എല്ലാരും കൂടെ കൂടുന്നതാണ് അമ്മയ്ക്ക് ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ ഒരു കിടിലൻ ഐഡിയ എന്റെ കയ്യിലുണ്ട്. അത് നമുക്ക് 4 പേർക്കും കൂടെ ചെന്ന് ഡയറക്റ്റ് ആയിട്ട് അമ്മ എടുത്ത് പറയാം. അതാവുമ്പോ അമ്മ സർപ്രൈസ്ഡ് ആവും. അതെ, 4 പേരെടുത്ത് പറയാനൊക്കെ വരട്ടെ. പ്ലാൻ വർക്ക്ഔട്ട് ആവൂ? പ്ലാൻ സക്സസ്ഫുൾ ചേട്ടാ, ഉറപ്പാണല്ലേ? നിങ്ങൾ വാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.